നമ്മുടെ വീട്ടിലൊക്കെ കണിക്കൊന്നയൊക്കെ വിരിഞ്ഞു തുടങ്ങിയല്ലോ. അപ്പോൾ ഇവിടെയുണ്ട് കണിക്കൊന്ന. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് വിഷുവിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഭംഗിയായിട്ട് എങ്ങനെ ഒരുങ്ങാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാൻ മുഖത്തെ വാസലിൻ പുരട്ടി അതിനുശേഷം ലിക്വിഡ് ഫൗണ്ടേഷൻ അടിച്ചു. അതിനുശേഷം ഞാൻ കോമ്പാക്ട് പൗഡർ കൂടെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ ഒന്ന് നഷ്ടപ്പെട്ടു പോയായിരുന്നു. കോമ്പാക്ട് പൗഡർ ഉപയോഗിച്ചതിന് ശേഷം അല്പം ലിക്വിഡ് ഫൗണ്ടേഷൻ എടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് മുഖത്ത് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടി പോലെ നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഞാൻ ബ്ലഷ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള റെഡ് ലിപ്സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ 2 കവിളത്തും മൂക്കത്തും ഒക്കെ ഇങ്ങനെ വരച്ചു കൊടുത്തു. അതിന് ശേഷം ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ വേറൊരു ലിക്വിഡ് ഫൗണ്ടേഷൻ ഉണ്ട്. അതെടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് വന്ന് ആ ഒരു ബ്ലഷ് ചെയ്യേണ്ട അടുത്തൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിലൊന്ന് ബ്ലഷ് ആവുക. പിന്നെ അധികമായിട്ടിങ്ങനെ ചോന്നിരിക്കുകയില്ല, ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. മൂക്കത്തും അതുപോലെ തന്നെ 2 കവിളത്തും ഒക്കെ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൂക്കും കവിളമൊക്കെ ഒന്ന് ചോന്നിരിക്കുമ്പോൾ നല്ലൊരു ഭംഗി തോന്നും, നാച്ചുറാലിറ്റി തോന്നും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ അതിന് ശേഷം എടുത്ത് കൊടുക്കുന്നത് മസ്കാരയാണ്. അപ്പോൾ ഈ മസ്കാര ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ പിരുക്കം എഴുതുന്നത് കേട്ടോ. കാരണം എൻ്റെ പിരുക്കത്തിന് യാതൊരു നിറവും ഇല്ല, അതുപോലെ തന്നെ ഷേപ്പും ഇല്ല കേട്ടോ. ഞാൻ ത്രെഡ് അങ്ങനെ ചെയ്യാറില്ല. വല്ല കല്യാണങ്ങളോ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രമേ ത്രെഡ് ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ ഞാനിങ്ങനെ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. മസ്കാര ഉപയോഗിച്ചിട്ട് പിരുക്കം എഴുതുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ലൊരു ഒരു ഫിനിഷിങ് എനിക്ക് കിട്ടുന്നത് പോലെ തോന്നുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റ് ലെവലിലാക്കിയിട്ട് 2 പിരുക്കും എഴുതാൻ പോവുകയാണ് കേട്ടോ. ഇതുവരെ നിങ്ങൾ ഇതുപോലെ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതി നോക്കൂ കേട്ടോ. വളരെ നല്ല റിസൾട്ടാണ് കിട്ടുക. പ്രത്യേകിച്ച് എന്നെപ്പോലെ ത്രെഡൊന്നും ചെയ്യാത്തവരാണെങ്കിൽ. എപ്പോഴും ത്രെഡ് ചെയ്യാതിരിക്കില്ല കേട്ടോ. കല്യാണങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ത്രെഡ് ചെയ്യും. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. അടുത്ത പിരുക്കത്തിൽ കൂടെ എഴുതി കൊടുക്കുകയാണ്. കാരണം ഞാൻ ആദ്യം എടുത്ത വീഡിയോ, അതാദ്യം ഞാൻ ഫൗണ്ടേഷനൊക്കെ ഇട്ട് എടുത്ത വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയപ്പോൾ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ ചിന്തിച്ചായിരുന്നു. പക്ഷേ അപ്ലോഡ് ചെയ്തേക്കാമെന്ന് പിന്നെ തീരുമാനിച്ചു. അപ്പോൾ 2 ഭാഗവും ലെവലായി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ മറ്റേ പിരുക്കത്തിന്, വലതുവശത്തെ പിരുക്കത്തിന് കുറച്ചുകൂടെ കടുപ്പമുള്ള പോലെ തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ ഞാൻ ഇപ്പുറത്ത് കൂടെ വീതി കൂട്ടിയിട്ട് എഴുതി കൊടുക്കുകയാണ്. ഇപ്പോൾ ഏറെക്കുറെ രണ്ടും ഒരേപോലെ തന്നെയുള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. പിരുകം എഴുതിയതിന് ശേഷം കൈവച്ച് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുന്നത് ഒരു നല്ലൊരു ഫിനിഷിങ് ലുക്ക് നമുക്ക് തരും കേട്ടോ. അതുപോലെ തന്നെ ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് മസ്കാരയാണ് കേട്ടോ. സോറി, മസ്കാര അല്ല, ഐ ഷാഡോസ് ആണ് കേട്ടോ. അപ്പോൾ ഐ ഷാഡോയിൽ ഞാൻ ബ്ലാക്ക് കളറ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ പിരുക്കത്തിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിരുക്കത്തിന് ഒരു ഗ്ലോ കിട്ടും, നല്ലൊരു തിളക്കം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പിരുകം നല്ല തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ പിരുക്കത്തിന് ഒരു ഭംഗി കൂട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ കണ്ണിന് മുകളിലായിട്ട് നമ്മുടെ കൺപോളയിൽ ഐ ഷാഡോ ഇട്ട് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പർപ്പിൾ കളർ, ഡാർക്ക് പർപ്പിൾ കളർ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് 2 കണ്ണിലും ഇട്ട് കൊടുക്കുന്നത്. ഇത് കൺപോളയിലാണ് ഡാർക്ക് പർപ്പിൾ കളർ യൂസ് ചെയ്യുന്നത്. ഞാൻ മണിക്കൂറുകൾ എടുത്തു ഇതൊക്കെ ഒന്ന് പിടിച്ചു വരാനായിട്ട്. പിടിച്ചു വന്ന് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ആദ്യത്തേത് കട്ടായി പോയെന്ന് മനസ്സിലായത് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പർപ്പിൾ കളർ തന്നെ അതിൻ്റെ ലൈറ്റ് കളറ് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ്, കൺപോളയുടെ മുകളിലായിട്ട്. ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നമ്മുടെ കണ്ണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ അപ്പുറത്തെ കണ്ണിലും ഞാൻ ഒരേപോലെ തന്നെ ചെയ്യാണ്. ഇന്നെനിക്ക് തീരെ വയ്യാത്തൊരു ദിവസമായിരുന്നു. എനിക്ക് തീരെ ശരീരത്തിന് സുഖമില്ലാത്തൊരു ദിവസമായിരുന്നു. എന്നാലും വീഡിയോ ചെയ്യുന്നതിനുള്ള തീരുമാനം എടുത്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ കണ്ട കണിക്കൊന്നയില്ലേ, ആ കണിക്കൊന്ന കൊഴിഞ്ഞു പോകുന്നതിന് മുമ്പ് വീഡിയോ എടുക്കണമെന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇന്ന് തന്നെ വീഡിയോ എടുത്തത് കേട്ടോ. കാരണം ചിലപ്പോൾ നാളെ നോക്കിയിരുന്നാൽ ചിലപ്പോൾ കണിക്കൊന്ന കൊഴിഞ്ഞേക്കാം. അപ്പോൾ 2 കണ്ണും ഓക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ കണ്ണെഴുതാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിടിച്ചതിൽ വന്നൊരു ചെറിയൊരു മിസ്റ്റേക്കാണ്. മറ്റേ വാലിട്ട് കൊടുക്കുന്നതൊന്നും കിട്ടിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഐലൈനർ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കണ്ണ് എഴുതി കൊടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഞാൻ ഇങ്ങനൊരു തുമ്പാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചുള്ളത്. ഞാൻ താഴത്തേക്ക് എഴുതുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ചൊറിച്ചിലാണ്. അപ്പോൾ അത് കാരണം ഇനി താഴത്തോട്ട് എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം ഞാൻ അത് താഴത്തേക്ക് എഴുതുന്നില്ല. മുകളിൽ 2 കണ്ണും ഇതുപോലെ എഴുതി കൊടുക്കുന്നേ ഉള്ളൂ. ഇനി മസ്കാര ചെയ്ത് കൊടുക്കുകയാണ്. കണ്ണിൻ്റെ പീരികളിലൊക്കെ മസ്കാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു റെഡ് കളർ, ലൈറ്റ് റെഡ് കളർ ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പേര് എന്ത് പറയുന്നത്, എനിക്ക് ഈ ഷെയ്ഡിൻ്റെ പേര് അറിയില്ല. അപ്പോൾ കറക്റ്റായിട്ട് ആ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് നമ്മുടെ കയ്യിലുള്ള ലിക്വിഡ് ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, അതും ജസ്റ്റ് ഒന്ന് ചുണ്ടത്തും കറക്റ്റ് ചുണ്ടിൻ്റെ ലൈനിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങാനും പടർന്നിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കളയാൻ പറ്റും നമുക്ക്. നല്ല നീറ്റായിട്ട് ലിപ്സ്റ്റിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. എന്നിട്ട് ഞാനിത് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടച്ചങ്ങ് കളയാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ലിപ്സ്റ്റിക്കൊക്കെ ഒന്ന് പടർന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീനായിട്ട് ലെവലായിട്ടിരിക്കാനായിട്ട് ഇത് സഹായിക്കും കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അതിനുശേഷം ഞാൻ ചുണ്ടത്തുകൂടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓയിലി ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ മാറാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ചുണ്ട് നാച്ചുറലായിട്ട് ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ. അപ്പോൾ ആ ഒരു ഗ്ലോ ഫീൽ ചെയ്യൂല, പകരം നാച്ചുറലായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഇനി എടുക്കാൻ പോകുന്നത് ഒരു ലൈറ്റ് കളറിലുള്ള ഐ ഷാഡോ ഇങ്ങനെ മുക്കത്ത് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്ക് നീണ്ട് കാണാൻ വേണ്ടിയിട്ടും നല്ല ഷേപ്പിലിരിക്കാൻ വേണ്ടിയിട്ടുമാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലെത്തി നമ്മൾ പൊട്ട് തൊട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കല്ലിൻ്റെ ഒരു ചുവന്ന പൊട്ടുണ്ടായിരുന്നു, അപ്പോൾ അതാണ് ഞാൻ തൊട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മളുടെ മുഖത്തുള്ള മിനുക്ക് പരിപാടികളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു കാര്യം മറന്നുപോയി, സിന്ദൂരം കൂടെ തൊട്ടു, അടിപൊളിയായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാരിയൊക്കെ എടുത്ത് വന്നു ഞാൻ. ഇനി എൻ്റെ മുടി കെട്ടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് വേറെ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് കുളിപ്പിന് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഞങ്ങളിവിടെ കുളിപ്പിന്നെന്നാണ് പറയുന്നത്. മുടിയിരിന് ശേഷം ഞാൻ ഇതുപോലെ പുറകേക്ക് മെടഞ്ഞിട്ട് കൊടുക്കുകയാണ്. സാധാരണ അമ്പലത്തിലൊക്കെ പോകുന്നവരുടെ ലുക്ക് ഏറെക്കുറെ ഇങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പം ഞാനിങ്ങനെ മെടഞ്ഞു കൊടുത്തു. അതിനുശേഷം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച കമ്മലാണ്, നമ്മളതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കമ്മലും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കമ്മലിട്ട് കൊടുത്ത് ഓക്കെ എന്ന് തോന്നി. ഇനി ഇതുപോലെ 2 വള അതുകൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഒരു കയ്യിൽ ഒരു വള, മറ്റേ കയ്യിൽ 2 വളയായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഒരു കുറി കൂടെ തൊടാം, അമ്പലത്തിൽ നിന്ന് വന്ന പോലെ ഇരിക്കട്ടെ. ഒരു കുറി കൂടെ തൊട്ടിരിക്കുകയാണ്. നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ കണിക്കൊന്ന നല്ല ഭംഗിയിൽ പൂത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കണിക്കൊന്നയുടെ അടുത്ത് നിന്ന് വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും താങ്ക് യു.